എന്റെ കണക്ക് ശരിയാണ്, ഇത് 4ാമത്തെ അപകടമാണ്. ഒരു പെൺകുട്ടി 22 വയസ്സായി ബസ് കയറി മരിച്ചു. ഒരു 2-3 വർഷമായി. പയ്യാട് ജംഗ്ഷനിൽ അതുപോലെ ഒരു പെൺകുട്ടി വണ്ടി കയറി മരിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകളിലെ കടകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാം റോഡിന് പുറത്താണ് നിൽക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യും. കൊച്ചുമക്കൾ തൊട്ടടുത്ത് സെന്റ് സേവിയസ് സ്കൂളാണ്, അവർക്ക് നടക്കാൻ ഫുട്പാത്ത് ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ റോഡിലിറങ്ങി നടക്കും. വാഹനം ഓടിക്കുന്നവന് ബോധം കൂടി ഇല്ലെങ്കിൽ ഇതുപോലുള്ളത് സംഭവിക്കും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ഗീത എന്ന അമ്മയുടെ ജീവനെടുത്ത അപകടം അത് മലയാളികളെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ സ്ഥലത്തൊരു BJP നേതാവ് സുധീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും വളരെ ദാരുണമായ ഒരു അപകടമായി പോയല്ലേ? ഈ അപകടം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആദ്യം എത്തിക്കൂടിയ ആൾക്കാരാണ് ഞങ്ങള്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ അന്നുള്ള ഉപജീവനത്തിനായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയതാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയതാണ്. ആ അമ്മയ്ക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സിന്റെ മരണപ്പാച്ചിലുകളാണ് ഇതിന് മൊത്തം കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ആ വാഹനം തന്നെ കയറിയത്. അപ്പം വണ്ടി വന്ന് ഇടിച്ചതല്ല. അപ്പൊ അത്രയും അശ്രദ്ധമായിട്ട് ആ ഡ്രൈവർ വാഹനം ഓടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയ്ക്ക് ദാരുണ അന്ത്യം ഉണ്ടായത്. അതും ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഒരു അമ്മ ഇത്രയും മൃഗീയമായിട്ട്, കാര്യം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ ശരീരം ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു KSRTC ഡ്രൈവർക്ക് അല്ലെങ്കിൽ വലിയൊരു വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് നിലവിലെ സർക്കാരിന്റെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ആരെയും കൊല്ലാം, എങ്ങനെയും പോകാം എന്നുള്ള ധാർഷ്ട്യമാണ് കുറെ ഉദ്യോഗസ്ഥർക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ KSRTC പോലുള്ള നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാർ ഒരുപാട് KSRTC ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ പല പല കാര്യങ്ങൾ വെക്കുമ്പോൾ ഇവരുടെ ലാഭ ഓട്ടത്തിൽ നഷ്ടം ഉണ്ടാകുന്നത് ഇതുപോലെ സാധുക്കളായിട്ടുള്ള കുടുംബങ്ങൾക്കാണ്. ആ നഷ്ടം ഒരിക്കലും ഇപ്പൊ കുറെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടോ ഇവരത് ചെയ്യൂല്ലെന്ന് പറയാം. കാര്യം KSRTC സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ട് നമുക്കറിയാം, നിയമപരമായിട്ട് പോയാൽ തന്നെ ക്ലെയിം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരതൊന്നും കാര്യം അവരുടെ സർക്കാർ അഡ്വക്കേറ്റിനെ വെച്ച് ഇതുപോലുള്ള പാവങ്ങളെ ആണെങ്കിൽ പരമാവധി ഉപദ്രവിച്ച് ഇനി അവർക്ക് ജീവിതത്തിൽ അവരുടെ അവസാനം വരെ കേസ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ദാരുണമായ അന്ത്യമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെയൊക്കെ വിങ്ങലെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിനുശേഷം ഇപ്പോഴാണ് ഉറക്കണീട്ട് പോലും വരുന്നത്. കാരണം അത്രയ്ക്ക് മൃഗീയമായ ഒരു രീതിയാണ്, ഒരു നരനായാട്ടെന്ന് തന്നെ പറയാം KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഡ്രൈവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത്, ടെർമിനേറ്റ് ചെയ്യണം. കാരണം ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനോ മറ്റാരും വാഹനം ഓടിച്ചെന്ന് ആർക്കെങ്കിലും ചെറിയ തട്ടോ മുട്ടോ അശ്രദ്ധയിൽ പറ്റിയാൽ 6 മാസത്തേക്ക് ലൈസൻസ് ഇപ്പൊ സസ്പെൻഡാണ്. അപ്പൊ അവന്റെ പേരിൽ പറ്റാവുന്ന അത്രയും കേസിട്ടാണ്. പക്ഷെ KSRTC ആരെങ്കിലും ഇടിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസും നിയമ സംവിധാനവും KSRTCക്ക് അനുകൂലമായിട്ടാണ് FIR ഇടുന്നത്. കാരണം അമ്മ അശ്രദ്ധമായി ചാടിയെന്നോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഡ്രൈവറിന്റെ അശ്രദ്ധ അല്ലെന്നോ. പക്ഷെ നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് വാഹനമാണെങ്കിൽ ഇവരുടെ സമീപനം മറ്റൊന്നും. സർക്കാർ ഇതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പോലും ദൈവങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരു ഫിറ്റ്നസ്സും ഇല്ലാതെ ഇവിടുത്തെ KSRTC രാവിലെ 9 മണിക്ക് സ്കൂൾ ബസ് പോകുമ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സും സ്കൂൾ ബസ്സും പ്രൈവറ്റ് ബസ്സും സർക്കാർ ബസ്സിനുള്ള മത്സര ഓട്ടം എന്ന് പറഞ്ഞാൽ ഓരോ കുരുന്നുകളും നൂലിട വ്യത്യാസത്തിനാണ് ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രൈവറ്റ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അവർക്ക് ഒരു പ്രൈവറ്റ് ബസ് വരുമ്പോൾ 2 സൈഡും നോക്കാതെയാണ് സർക്കാർ ബസ്സും വണ്ടി എടുക്കുന്നത്, അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് ബസ്സും വണ്ടി എടുക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ജീവൻ പൊലിഞ്ഞു. ഇനിയും പൊടുന്നിടത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മുടെ സർക്കാർ സംവിധാനം ഇപ്പോഴും ഇതിന് മൗനം പാലിക്കുന്നത് ഈ ജീവനക്കാരന്റെ സർക്കാർ ജീവനക്കാരുടെ യൂണിയനുകളാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാര്യം അവർ എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ടെന്ന ഒരു ധാർഷ്ട്യമാണ് ഇതുപോലുള്ള പാവങ്ങളെ ജീവൻ പോകാൻ കാരണമാകുന്നത്. അത് ശരിക്കും നമ്മുടെ സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ നമ്മുടെ ഒരു സ്വന്തം കുടുംബത്തിനകത്തുള്ള ഒരു അമ്മയാണ് ഇന്നലെ മരണപ്പെട്ടത്. അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ അവസാന കാലം വരെ അവർ സ്വന്തമായി അധ്വാനിച്ച് ആ അച്ഛനും അമ്മയും വളരെ സന്തോഷം. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് ചെറുപ്പക്കാരിലേക്ക് അറിയാമല്ലോ, ഇന്ന് ഒരു വർഷം 2 വർഷമോ കല്യാണം കഴിഞ്ഞാൽ പരസ്പരം പിരിഞ്ഞു വന്നൊരു ആ സാഹചര്യത്തിൽ ഈ അവസാന കാലം വരെ അദ്ദേഹം ഇന്നലെ വെങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിന് KSRTCയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്, ആ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. KSRTC ഗണേഷ് കുമാർ ഈ മന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തെ വന്ന് സന്ദർശിച്ച് ഇവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്നുള്ളതാണ് ആ പൊതുപ്രവർത്തനം എന്നുള്ളത്. അതിനകത്ത് BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ഒരു രാഷ്ട്രീയവും ഞാൻ പറയുന്നില്ല. പക്ഷെ മന്ത്രി ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന മന്ത്രി അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഈ വീഴ്ചയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് അയാൾ ആദ്യം വരേണ്ടത് ഇവിടെ ആയിരുന്നു. ഇവിടെ ഒരു MLA പോലും വന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം വന്ന് മരിച്ചതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗതം KSRTCയുടെ അശ്രദ്ധ കൊണ്ട്, സർക്കാർ സംവിധാനം കൊണ്ട് മരണപ്പെട്ടതാണ്. അവരൊന്ന് തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും വന്നിട്ടില്ല.
ഒരു അസുഖം വന്ന് മരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചത് ഒരു സർക്കാർ സംവിധാനം ഇടിച്ചു മരിച്ചിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു MLA പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കേസ് അന്വേഷണം അങ്ങനെ അവർക്കൊരു മാനസികാവസ്ഥയിലല്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവും? അതായത് ആർക്കാണ് വീഴ്ച പറ്റിയത്? അപ്പോൾ ഡ്രൈവർ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ തന്നെ വേണം. അപ്പോൾ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ നിയമപരമായിട്ട് ഇന്നലെ ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ അഡ്വക്കേറ്റ് അദ്ദേഹം എത്തിയതിനു ശേഷം ഇവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് സർക്കാരായതുകൊണ്ട് ഇവർക്ക് ഒരു ന്യായമായ ഒരു സമീപനം ഇവർക്ക് ഉണ്ടാവില്ല ഞങ്ങൾക്കറിയാം. സർക്കാരിനെതിരെ ഈ ഒരു അമ്മയ്ക്ക് ഇവരുടെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആള് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള വ്യക്തിയാണ്, വലത് കൈ വയ്യാത്ത വ്യക്തിയാണ്, രണ്ടുപേരും തട്ടുകട നടത്തി ഉപജീവനം നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു വലം കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭാര്യയുടെ വിയോഗത്തോടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പൂർണ്ണമായിട്ട് നമ്മൾ ഇന്നലെ ഈ വിഷയം തൊട്ട് ഇന്നലെ രാത്രി വരെ ഇനി അങ്ങോട്ടും അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പൂർണ്ണമായ ഒരു സഹകരണം നാട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഉണ്ടാവും. അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ ഈ വീഴ്ച പറ്റിയ സർക്കാരിനെ നമ്മൾ പൊതു സമര പരിപാടികളുമായിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഇതുമായിട്ടും മുന്നോട്ട് പോകും. മാത്രമല്ല ഒരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയിട്ടാണ് ഗീത എന്ന വീട്ടമ്മ ആ ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അപേക്ഷിച്ചിരുന്നു സീനിയോറിറ്റി, അങ്ങനെ ഒരുപാട് കടമ്പകൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു വീട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ വീട് വിഷയം ഈ പറയുന്ന 2 ചെറുപ്പക്കാരും ഞങ്ങളുടെ പ്രവർത്തകരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തുറന്നു പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് മിഷൻ ആണെങ്കിലും ഇവിടെ വീടുകൾ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ രീതിയിലാണ്. കാര്യം 10, 25, 50 സെന്റ് വസ്തു ഉള്ളവനാണ് 3 സെന്റിൽ വീട് വയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്തുകളിൽ നിന്ന് ലോൺ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം വീട് വാടകയ്ക്ക് നമ്മൾ ഇവരുടെ വീട് മാത്രമല്ല 18, 20, 15 വർഷമായിട്ട് ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പാവങ്ങളുണ്ട്. 15 വർഷങ്ങൾ അവർക്ക് ഇവിടെ നിയമപരമായിട്ട് ഐഡന്റിറ്റി കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കാനോ അവർക്ക് വീട് കൊടുക്കാനോ കാരണം എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ നാളെ അവർ മാറിപ്പോന്നുള്ള പേടി ഉണ്ടായിരിക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്പേ പരാജയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവന്റെ സെൻസസ് നിങ്ങൾ തന്നെ എടുത്തു നോക്കുക. ഈ വീടിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 25% ആൾക്കാർ വാടകക്കാരാണ്. 25% ആൾക്കാർക്ക് വീടില്ല. അവർ വാടകയ്ക്ക് 15ഉം 10ഉം ഇവർ തന്നെ ഇവരുടെ 5ാമത്തെ 6ാമത്തെ വീടാണ് ഈ കാണുന്ന വീട്. എത്രയോ വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നത് 2 പിള്ളേരുണ്ട്, അവർ സെപ്പറേറ്റ് താമസിക്കുന്നത്. ചുമപ്പ് റേഷൻ കാർഡാണ്. BPL കാർഡുള്ള ആൾക്കാർക്ക് അതും ഇത്രയും അവർ ബാക്കിയുള്ളവരൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്. BPL കാർഡുള്ളവർക്ക് പോലും ഈ സംവിധാനം ഇവിടെ ലഭിക്കുന്നില്ല. ഇതാണ് ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ. പക്ഷേ ഇവിടെ 2ാമത്തെ നിലയ്ക്ക് മെയിൻ്റനൻസിന് ലോൺ കൊടുക്കുന്നു, അവസാനം ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ ഹൈസ്കൂൾ വാർഡിലും തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലും വാർഡുകളിൽ തിരക്കുക. ലൈഫ് മിഷനിൽ ഈ കിട്ടിയിട്ടുള്ള വീടുകളുടെ സെൻസസ് എടുത്തിട്ട് ആ വീടിലെ നിലവിലെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഈ മാധ്യമത്തിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അർഹത ഉള്ളവനാണ് ഈ വീടുകൾ കൊടുക്കുന്നത്, അർഹത ഇല്ലാത്തവനാണ് കൊടുക്കുന്നത്. ഇന്ന് പല ലൈഫ് മിഷന്റെ വീടുകളും 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ്. കാര്യം അവർ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യും, വീട് വലുതാക്കി എടുക്കും, പിന്നീട് അവരത് വളരെ വലുതായിട്ട് വിശാലമാണ്. പക്ഷെ അപ്പോഴും വീടില്ലാത്തവന് വീടില്ലാത്ത ആൾക്കാർക്ക് അപ്പോഴും വീടില്ല എന്നുള്ള നഗ്ന സത്യം ഇതാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലൈഫിന്റെ ലോണുകൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിന്റെ സർക്കാർ ആനുകൂല്യം കൊടുത്തിട്ടുള്ള വീടുകളുടെ പ്രമാണം മൊത്തം ഇരിക്കുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സൊസൈറ്റികളിലാണ്. 12 വർഷത്തേക്ക് ഇത്തരം ലോണുകൾ എടുക്കുമ്പോൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല നിയമം നിൽക്കെ ഇതെല്ലാം സൊസൈറ്റിയിൽ 5ഉം 10 ലക്ഷം രൂപയ്ക്ക് എല്ലാ പ്രമാണങ്ങളും പണയപ്പെടുത്തിയിരിക്കുകയാണ്. 12 വർഷം അടച്ചില്ലെങ്കിൽ ഈ വസ്തു സ്വാഭാവികമായിട്ട് അറ്റാച്ച് ചെയ്യും. പക്ഷെ സർക്കാരിന്റെ പൈസ ഇങ്ങനൊരു സംവിധാനത്തിൽ കൊടുത്തേക്കുന്നവരുടെ വസ്തു അറ്റാച്ച് ചെയ്യാനും പറ്റില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന നിയമ സംവിധാനം. കാര്യം പാവങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും വീട് കൊടുക്കുന്നില്ല, അതാണ് വാസ്തവം. പിന്നെ വിധവകൾക്കാണ് പ്രാഥമികമായിട്ട് ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ പല വിധവകൾക്കും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ആ സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് മാത്രം കൊടുക്കും. ഇപ്പം നമ്മൾ കുടിവെള്ളം കേന്ദ്ര സർക്കാർ കുടിവെള്ളം കൊണ്ടുവന്നു. ഈ ഹൈസ്കൂൾ വാർഡിനകത്ത് എല്ലാ വീട്ടിലും കുടിവെള്ളമുണ്ട്. ഈ വീട്ടിലുണ്ട്. ഇവിടെ ഏത് വീട്ടിൽ 100% പൂർത്തിയാക്കിയ ഒരു സ്ഥലമാണ് കുടിവെള്ളം. ഇത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. അല്ലാതെ 10 പേർക്ക് കൊടുത്തിട്ട് 10 പേർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു വിവേചനമാണ്. ഇവിടെ പല കാര്യത്തിലും കാണിക്കുന്ന വിവേചനമാണ്. ഇപ്പം ഇവരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ എതിർകക്ഷിയായിട്ട് നിൽക്കുന്ന കാലം ഇവിടുത്തെ ഭരണകക്ഷിയോട് നമുക്ക് ഇവർക്കൊരു ആനുകൂല്യം അവർ പ്രതീക്ഷിക്കേണ്ട, അവർ ചെയ്യത്തുമില്ല. അപ്പം നമ്മൾ അതുമായിട്ട് മുന്നോട്ടിറങ്ങിയിട്ട് അവർക്ക് കിട്ടുന്ന പരമാവധി സഹായം നമ്മൾ നേടിക്കൊടുക്കും. ഈ ഒരു വിഷയം MLA ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? അല്ല, MLA ഇന്ന് എന്തായാലും ഞാൻ വിളിക്കും, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇന്നലെ
അദ്ദേഹത്തിന് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും പിന്നെ പോകേണ്ടതെന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു MLA വിളിച്ചിട്ട് വരേണ്ട സ്ഥലമല്ല ഇത്. ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഞാൻ ബഹുമാനപ്പെട്ട MLA IP സതീഷിനെ വിളിച്ചിട്ട് വരണമെങ്കിൽ അത് വല്ല കല്യാണമൊക്കെ ആയിരിക്കണം. ഇത് അവരുടെ സംവിധാനം വെച്ച് ജീവൻ നഷ്ടപ്പെട്ട ഒരു വീട്ടിലേക്ക് വിളിക്കപ്പെടാതെ വരേണ്ട അതിഥിയാണ് MLA. അപ്പൊ ഇത് ഇപ്പൊ ഈ നിമിഷം വരെ അദ്ദേഹം എത്തിയിട്ടില്ല. MLA മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ പറയുന്ന KSRTCയുടെ മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം ഇവിടെ വന്ന് സന്ദർശിക്കേണ്ടതാണ്. അദ്ദേഹമാണ് അവർക്ക് ഉറപ്പ് കൊടുക്കേണ്ടത്. അദ്ദേഹം പറയണം, ഞാൻ നിങ്ങളുടെ ഈ ജീവനഷ്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഉറപ്പ്, അദ്ദേഹം നിങ്ങളുടെ ഒപ്പം ചാനലിന്റെ മുമ്പിൽ അദ്ദേഹം പറയുമ്പോഴാണ് അത് ഉറപ്പാകുന്നത്. ഈ KSRTCന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മറുപടി, ഒരു അപകടം നടന്നതിന് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്ത് നിന്ന്? ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പോലീസ്, നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ കൂടുതലുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഡ്രൈവറെയും കണ്ടക്ടറെയും സംരക്ഷിച്ച് അവർ കൊണ്ടുപോയി ഒരു കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത് പറയുന്നു. പിന്നെ അതിനുശേഷം KSRTCയിലെ അധികൃതരോട് വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു സംവിധാനത്തിന്റെ. പക്ഷെ നേരെ മറിച്ച് ഇത് ഏതെങ്കിലും ഉന്നത ഒരു മേഖലയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ ടോപ്പിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ പറയുന്ന എല്ലാവരും ഇവിടെ ആദ്യം ഇവർ പാവപ്പെട്ടവരാണ്. ഇവർക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് നേരെ മറിച്ച് ഏതെങ്കിലും വലിയ സംവിധാനമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പ് KSRTCയുടെ MD അടക്കം നിൽക്കേണ്ട സമയം കഴിഞ്ഞു. ഇവരിപ്പോ വാടകക്കാരല്ല, ആരും ചോദിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരിടത്തേക്ക് ഈ പക്ഷികൾ ചേക്കേറും പോലെ ചേക്കേറി പോകേണ്ട ആൾക്കാരല്ല. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല, അതാണ് സത്യം. ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഇങ്ങനെ ഒരു അവിയോഗം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പേയാട് ഇപ്പൊ ഇതിന്റെ കണക്ക് ശരിയാണ്, ഇത് 4ാമത്തെ അപകടമാണ്. ഒരു പെൺകുട്ടി 22 വയസ്സായി ബസ് കയറി മരിച്ചു. ഒരു 2-3 വർഷമായി. പേയാട് ജംഗ്ഷനിൽ അതുപോലെ ഒരു പെൺകുട്ടി വണ്ടി കയറി മരിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തന്നെ റോഡുകളിലെ കടകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാം റോഡിന് പുറത്താണ് നിൽക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യും. കൊച്ചുമക്കൾ തൊട്ടടുത്ത് സെന്റ് സേവിയസ് സ്കൂളാണ്, അവർക്ക് നടക്കാൻ ഫുട്പാത്ത് ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ റോഡിൽ ഇറങ്ങി നടക്കും. വാഹനം ഓടിക്കുന്നവന് ബോധം കൂടി ഇല്ലെങ്കിൽ ഇതുപോലുള്ളത് സംഭവിക്കും. KSRTC സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രൈവിംഗ് ശൈലിയാണ് പ്രശ്നം. അവർ കൊടുക്കുന്ന സമയമാണ് പ്രശ്നം. തിരുമല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ട്രാഫിക് നല്ല രീതിയിൽ ട്രാഫിക്കാവും. അവർ ഓടിയെത്താൻ വേണ്ടിയിട്ട് അവർ പരമാവധി സാധാരണക്കാരന്റെ ജീവൻ എടുത്ത് പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗണേഷ് കുമാർ ശ്രദ്ധിക്കേണ്ടത്.